നമസ്കാരം ഫ്രണ്ട്സ്. കുറച്ച് ദിവസങ്ങളായി വീഡിയോയെല്ലാം ഇട്ടിട്ട് ഞാനിപ്പം ഇന്നും ഞായറാഴ്ചയായിട്ട് ഹെർബൽ ലൈഫ് കെയർ എന്ന് പറയുന്ന കൂത്തുപറമ്പിലുള്ള ഒരു പരിപാടിക്ക് മാത്രം പോകുന്നുള്ളൂ. ആഞ്ചിക്കണ്ടി ഫിസിയോതെറാപ്പിക്ക് പോകുന്നില്ല. അതിന് രാവിലെ എണീറ്റ് പെട്ടെന്ന് അവിടെ പോയിട്ട് പെട്ടെന്ന് തിരിച്ചു വരും. അവിടെ നിന്ന് കുറച്ച് മറ്റേ ജീവിതശൈലി നമ്മളെ ജീവിതശൈലികളെ കുറിച്ചൊക്കെ പല ക്ലാസ്സുകളും എടുക്കും. അത് നല്ലൊരു സബ്ജക്റ്റാണ്. കാരണം നമ്മളെ പലരും അത് നമുക്കറിയില്ല. നമ്മളെ ജീവിക്കുന്നത് എങ്ങനെ വെറുതെ അങ്ങ് ജീവിച്ചു പോവാം. കണ്ട് നമ്മൾക്ക് വരുന്ന ടേസ്റ്റായിട്ട് നോക്കുക, ഭക്ഷണം കഴിക്കുക. അങ്ങനെ ഒരിക്കലല്ല. നമ്മൾ ജീവിക്കാനാണ് ഭക്ഷണം കഴിക്കേണ്ടത്, അല്ലാതെ വെറുതെ കഴിക്കാൻ വേണ്ടിയിട്ട് ജീവിക്കല്ല. ചെറിയ ഒരു തെരുവുകൾ ഒരുപാട് കാര്യങ്ങളൊക്കെ പഠിക്കാൻ പറ്റി. ഞാൻ എന്നെ സംബന്ധിച്ച് ഞാനും അങ്ങനെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. നമ്മളെ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഭക്ഷണം കഴിക്കുക. കുറച്ച് നല്ല ന്യൂട്രീഷണലായിട്ടുള്ള സാധനങ്ങൾ കഴിക്കുക, അല്ലാതെ ഒരുപാട് വലിച്ച് കയറ്റി തിന്നല്ല. അതാണ് നമ്മളെ പല അസുഖങ്ങൾക്കും കാരണമെന്ന് ഞാൻ വിശ്വസിക്കുക മാത്രമല്ല അതങ്ങനെയാണ്. അപ്പോൾ അതിനുള്ളൊരു ക്ലാസ്സുകൾ നിങ്ങളതിൽ അറ്റൻഡ് ചെയ്യാൻ എനിക്ക് ഒരുപാട് സബ്സ്ക്രൈബൊന്നുമില്ല. ആരും കാണുന്നുണ്ടെങ്കിൽ കണ്ടോട്ടെ എന്ന് വിചാരിക്കുന്നു. പിന്നെ ഇന്ന് ഞായറാഴ്ച കൊണ്ട് വേറെ പരിപാടി ഒന്നുമില്ല. ഏപ്രിൽ ഹെൽത്ത് കെയറിൽ പോയിട്ട് കുറച്ച് പരിപാടി അത്രേ ഉള്ളൂ. പിന്നെ വീട്ടിൽ വന്നിട്ട് അതുകൊണ്ട് ഏപ്രിലിൽ പോകുന്നതുകൊണ്ട് തന്നെ വലിച്ച് കയറി കഴിക്കുന്ന പരിപാടികൾ ഞാൻ ഒഴിവാക്കി. കുറച്ച് കഴിക്കുക. നമ്മളെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് കഴിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ജീവിക്കാൻ വേണ്ടിയിട്ട് കഴിച്ചാൽ മതി, അതായത് കഴിക്കാൻ വേണ്ടിയിട്ടല്ലോ ജീവിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. പിന്നെ അത് തീർച്ചയായും എനിക്ക് ഹെർബൽ ഹെൽത്ത് കെയറിലെ ക്ലാസ് ശരിക്കും പറഞ്ഞാൽ ഒരു നല്ല ബുദ്ധി ഓർമ്മയിലുള്ള ആൾക്കാർക്ക് ഒരിക്കൽ അറ്റൻഡ് ചെയ്താൽ മതി. പക്ഷേ എനിക്കിപ്പോൾ ഓർമ്മയിൽ പോയിട്ടുള്ളത് എത്ര പറഞ്ഞാലും ഓർമ്മ വയ്ക്കില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളാർക്കും ഞാൻ പറഞ്ഞ പോലെ ഹെർബൽ ഹെൽത്ത് കെയറിലൊന്ന് പോകണം, അറ്റൻഡ് ചെയ്യണം, ക്ലാസ് അറ്റൻഡ് ചെയ്യണം. നല്ല ക്ലാസ് അറ്റൻഡ് ചെയ്ത് നമ്മളെ ജീവിത രീതിയെക്കുറിച്ചും ഭക്ഷണ രീതിയെക്കുറിച്ചും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുവഴി നമ്മളെ അസുഖങ്ങൾ വളരെയധികം കുറയും. അവിടുന്ന് കണ്ടാൽ പല എക്സ്പീരിയൻസ്ഡ് നമ്മളെ കാണിക്കും. പല അസുഖമുള്ള ആൾക്കാർ വന്നിട്ട് ഡയാലിസിസ് ചെയ്യുന്നവർ കുറഞ്ഞു, അങ്ങനെ ക്യാൻസർ പേഷ്യൻസ്, അങ്ങനെ എല്ലാവർക്കും നല്ല നല്ല മാറ്റങ്ങളാണ് വരുന്നത്. അപ്പോൾ നിങ്ങളവരത് നോക്കുക, ശ്രമിക്കുക, ചെയ്യുക. ഓക്കെ. പിന്നെ എന്താ പറയുള്ളത് വെച്ചാൽ അങ്ങനെ ഒരു ഇന്ന് ഞായറാഴ്ച ഹാപ്പി സൺഡേ everyone. Okay guys, so let me come another video next day sometimes. Okay, thank you very much.